ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കണ്ണൂർ സർവകലാശാല. തുടർ പഠനത്തിന് അവസരമൊരുക്കുമെന്ന് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. കേരളത്തിൽ ആദ്യമായി സന്നദ്ധത അറിയിച്ചത് കണ്ണൂർ സർവകലാശാല. ഹാൻഡ് വീവ് ഓണം വിപണനമേളയ്ക്ക് തുടക്കം. 20% ഗവൺമെന്റ് റിബേറ്റോടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ദിനേശുമായി സഹകരിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും മേളയിൽ. മേള 28-ന് സമാപിക്കും. NGO ക്വാർട്ടേഴ്സുകൾ അപ്പാർട്ട്മെന്റ് രീതിയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ താമസ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് മുഹമ്മദ് റിയാസ്. ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 3 കോടി രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. കലാപത്തെ തുടർന്ന് പഠനം മുടങ്ങിയ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കുമെന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ അറിയിച്ചു. രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് പ്രത്യേകം സിൻഡിക്കേറ്റ് ചേർന്നാണ് തീരുമാനമെടുത്തതെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 യൂണിവേഴ്സിറ്റീസ് അവിടെ ഉള്ളത് മണിപ്പൂരിലിപ്പം ഇംഫാലിൽ. അവിടത്തേക്ക് ഈ ട്രൈബൽ സ്റ്റുഡൻസിന് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ കയ്യിൽ ഒരു പക്ഷേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ല, പണമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കണ്ടീഷണലായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഡിഗ്രി കഴിയുന്നതിന് മുമ്പേ അവർ കാണിക്കണം. അത് അവരെ ക്വാളിഫിക്കേഷനും അതുമൊക്കെ സമയം കൊടുക്കാറുണ്ട്. അതാണ് പറയുന്നത്. പെട്ടെന്ന് അവർ ചേർക്കുമ്പം അവിടെ നിന്ന് വല്ല നമുക്ക് നോക്കേണ്ടി വരും. എങ്ങനെയാണ് അവരെ ബോണഫൈഡ് ചെക്ക് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. വല്ല കോപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വെച്ചിട്ട് എടുക്കും. അവരെ കോഴ്സ് കഴിയുന്നതിന് മുമ്പേ അവർ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്തും. കേരളത്തിൽ ആദ്യമായാണ് മണിപ്പൂർ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഒരു സർവകലാശാല മുന്നോട്ട് വരുന്നതെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. കലാപം കാരണം പുതിയ അഡ്മിഷൻ എടുക്കാനും നേരത്തെ അഡ്മിഷൻ ലഭിച്ചവർക്ക് പഠനം തുടരാനും കലാപം കാരണം അവസരം നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് കുക്കി ട്രൈബൽ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പഠനാവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. അതിന്റെ ഒരു കോപ്പി കണ്ണൂർ സർവകലാശാലയ്ക്കും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് ഈയൊരു തീരുമാനമെടുത്തതെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. അഴീക്കൽ തുറമുഖം ആധുനികവൽക്കരണം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുറമുഖം ആധുനികവൽക്കരിക്കാൻ 25.36 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തുറമുഖം ആധുനികവൽക്കരിക്കാൻ 25.36 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 186 മീറ്റർ വാർഫ്, ലേലപ്പുര സാഫ് പ്രോസസിംഗ് യൂണിറ്റ്, ലോക്കൽ മുറികൾ, ചുറ്റുമതിൽ, ഇന്റേണൽ റോഡുകൾ, കാന്റീൻ കെട്ടിടം, പാർക്കിംഗ് ഏരിയ, ശുചിമുറി ബ്ലോക്ക്, ഫിഷറീസ് ഓഫീസ്, കുടിവെള്ള വിതരണ സംവിധാനം, മഴവെള്ള സംഭരണി എന്നിവയാണ് ഒരുക്കുക. 3 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളി കുടുംബത്തിലും മറ്റു തൊഴിലെടുക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പഠിക്കാതെ ഒരു കുട്ടിയും ഈ രാജ്യത്ത് പഠിക്കാതെ പോകാൻ പാടില്ല. കാരണം അവർക്ക് സൗകര ചെലവുകൾ ഗവൺമെന്റ് കൊടുക്കും. രണ്ടാമത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യബന്ധനമല്ലാത്ത ഒരു തൊഴിൽ നമുക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് പോളിസി. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തൊഴിൽ മത്സ്യബന്ധനമല്ല എന്ന് വെച്ചാൽ വീടുകളിൽ പദ്ധതി ഉണ്ടാകണം, സാമ്പത്തിക പദ്ധതി. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൊഴിൽ തീരം. ആദ്യത്തെ വിദ്യാകിരണം, രണ്ടാമത്തെ തൊഴിൽ തീരം വരാമോ. 47 മണ്ഡലത്തിലും നിങ്ങളുടെ സുമേഷിന്റെ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലടക്കം കമ്മിറ്റികളായി കഴിഞ്ഞു. എന്താ തൊഴിൽ തീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് പുതിയ മേഖലയിലേക്ക് ട്രെയിനിങ് കൊടുക്കുക. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ തൊഴിലാളികൾക്ക് കടലിൽ പോകാറില്ല. ഇത്തരം ഘട്ടങ്ങളിൽ സർക്കാർ പ്രതിദിനം 200 രൂപ വീതം നൽകുന്നുണ്ട്. കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും മറ്റൊരു തൊഴിലുണ്ടെങ്കിൽ ഈ പ്രയാസം പരിഹരിക്കാനാവും. അതിനായി ഫിഷറീസ് വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 3 വർഷം കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുമെന്നും മത്സ്യവില്പനയ്ക്ക് താൽപര്യമുള്ള പെൺകുട്ടികൾക്ക് സൌജന്യമായി സ്കൂട്ടർ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കടലോരത്തു നിന്നും മത്സ്യവുമായി പലയിടത്തും വിൽപ്പനയ്ക്ക് പോകുന്നവർക്കായി തിരുവനന്തപുരത്ത് പ്രത്യേക ബസ് സർവീസുകൾ
ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ വിൽപ്പന കേന്ദ്രങ്ങളിലേക്കും തിരിച്ചു വീട്ടിലേക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഈ പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ആലോചനയുണ്ട്. നിർമ്മാണ പ്രവൃത്തികളുടെ മികച്ച ഗുണമേന്മ സർക്കാരിന് നിർബന്ധമാണ്. ആയതിനാൽ നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയാൽ നടപടി വേഗത്തിലായിരിക്കും. ഇത് പരിശോധിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വളപട്ടണം മാട്ടൂൽ പുഴകളുടെ അഴിമുഖത്തിൽ നിന്നും 1.75 കിലോമീറ്റർ മാറിയാണ് അഴീക്കൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള പ്രവേശനം സുഗമമാക്കാനും അഴീക്കലിന്റെ സംരക്ഷണത്തിനായി പുഴയുടെ ഇരുകരകളിലായി നിലവിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹാർബറിന്റെ നിർമ്മാണ സമയത്ത് ഹാർബർ ബേസിൻ, ബെർത്തിംഗ് ജെട്ടി, ഗിയർ ഷെഡ്, പീലിംഗ് ഷെഡ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവ മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലേല ഹാൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, വാട്ടർ ടാങ്ക്, ഐസ് പ്ലാന്റ് കെട്ടിടം എന്നിവ നിർമ്മിച്ചു. നിലവിലെ മത്സ്യബന്ധന യാനങ്ങളുടെ ബാഹുല്യം, ബെർത്തിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തത, മറ്റ് സൗകര്യക്കുറവ് എന്നിവ കാരണമാണ് തുറമുഖം ആധുനികവത്കരിക്കുന്നത്. ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജോമോൻ K. ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T. സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ്, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഗിരീഷ് കുമാർ, വാർഡ് അംഗങ്ങളായ TK ഷബീന, CV വിജയശ്രീ, കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനി, നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ ജിഷിമോൻ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സ്ത്രീയുടെ സ്വർണം കവർന്ന കേസിൽ പ്രതി പിടിയിൽ. പാപ്പിനിശ്ശേരി ഇല്ലിപ്പുറം സ്വദേശി ഷൌക്കത്ത് അലിയെയാണ് കണ്ണൂർ SI CH നസീബ് പിടികൂടിയത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് 1.25 പവൻ സ്വർണം പ്രതി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സ്ത്രീയിൽ നിന്നും കവർന്നത്. പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ടൗൺ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു പ്രതിയെ കണ്ടെത്തിയത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭീഷണിയായി മാറിയ പാലക്കോട് ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ടയിലിടിച്ച് തോണി മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ഹംദുർഗയിലെ കോക്കൽ മണ്ഡലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം നടന്നത്. പുറംകടലിലെ വലിയ മത്സ്യബന്ധന യാനമായ ലെയ്ലാൻഡിൽ നിന്നും 25ഓളം മത്സ്യത്തൊഴിലാളികളുമായി പാലക്കോട് ഹാർബറിലേക്ക് വരികയായിരുന്ന പുതിയങ്ങാടി സ്വദേശിയുടെ അൽ അബാബ് എന്ന ഫൈബർ വള്ളമാണ് മണൽത്തിട്ടയിൽ തട്ടി മറിഞ്ഞത്. ഇതിലെ ജീവനക്കാർ രക്ഷപ്പെട്ട് കരക്കെത്തിയപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന കോക്കൻ മണ്ഡലിനെ കാണാതാവുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടി ഇന്നലെ രാത്രിയിൽ നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും പുനരാരംഭിച്ചു. അപകടത്തെ തുടർന്ന് പാലക്കോട്, പുതിയങ്ങാടി ഹാർബറുകളിൽ തൊഴിലാളികൾ ഹർത്താൽ ആചരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കണ്ണൂർ സർവകലാശാല. തുടർ പഠനത്തിന് അവസരമൊരുക്കുമെന്ന് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. കേരളത്തിൽ ആദ്യമായി സന്നദ്ധത അറിയിച്ചത് കണ്ണൂർ സർവകലാശാല. ഹാൻഡ് വീവ് ഓണം വിപണന മേളയ്ക്ക് തുടക്കം. 20% ഗവൺമെന്റ് റിബേറ്റോടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ദിനേശുമായി സഹകരിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും മേളയിൽ. മേള 28-ന് സമാപിക്കും. NGO ക്വാർട്ടേഴ്സുകൾ അപ്പാർട്ട്മെന്റ് രീതിയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് മുഹമ്മദ് റിയാസ്. ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 3 കോടി രൂപ ചിലവിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank
അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ഹാൻഡ്വീവിന്റെ ഓണം റിബേറ്റ് സീസൺ ഇന്നു മുതൽ ഓഗസ്റ്റ് 28 വരെ നടക്കുമെന്ന് ചെയർമാൻ TK ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ കളക്ഷനും 20% ഗവൺമെന്റ് റിബേറ്റും ലഭ്യമാണ്. ഹാൻഡ്വീവിലെ ഒറ്റത്തറി നെയ്ത്തുകാർ തങ്ങളുടെ കലാവിരുതോടെ നെയ്തൊരുക്കിയ ഗുണമേന്മയാർന്ന വിവിധയിനം തുണിത്തരങ്ങളായ ഡബിൾ മുണ്ട്, കൈത്തറി സാരികൾ, ഒറ്റമുണ്ട്, ബെഡ്ഷീറ്റുകൾ, സെറ്റുമുണ്ട് തുടങ്ങി നിരവധി കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഹാൻഡ്വീവ് ഈ റിബേറ്റ് സീസണിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ് ഇന്നു മുതൽ 28-ാം തീയതി വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിബേറ്റ് സെയിൽസ് ആരംഭിക്കുന്നത് ഇന്നു മുതലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമാണല്ലോ ഓണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാർക്കറ്റ് ഏറ്റവും സജീവമാകുന്ന കാലവും ഓണമാണ്. ആ ഓണത്തിന് ഹാൻഡ്വീവ്, അതായത് കൈത്തറി വികസന കോർപ്പറേഷൻ, ഓണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല പുതുമയാർന്ന വസ്ത്രങ്ങൾ പുറത്തിറക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പുതിയ തലമുറയ്ക്ക് യോജിക്കുന്നതും പരമ്പരാഗതമായിട്ടുള്ളതുമായിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഹാൻഡ്വീവ് ഈ ഓണത്തോടനുബന്ധിച്ച് വിൽപ്പനയിൽ ഇറക്കിയിട്ടുണ്ട്. അതിന് 20% ഗവൺമെൻറ് റിബേറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഓണത്തിൻ്റെ കേരളത്തിലെ ഓണാഘോഷത്തിന് മാറ്റം പകരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിത്യോപയോഗത്തിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളാണ് ഹാൻഡ്വീവിന്റെ മുഖ്യ ആകർഷണം. 20% സർക്കാർ റിബേറ്റ് ഈ കാലയളവിൽ പൊതുജനങ്ങൾക്കായി നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ, പൊതുമേഖലാ, സഹകരണ മേഖല, ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സംവിധാനങ്ങളും ഒരുക്കും. കേരള ദിനേശുമായി സഹകരിച്ച് റെഡിമെയ്ഡ് ഷർട്ട് ഈ ഓണം വിപണിയിൽ ഹാൻഡ്വീവ് സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ സാരികൾ, ഡിസൈനർ കുർത്തകൾ, പൂവൺ പ്രിന്റഡ് ബെഡ്ഷീറ്റുകൾ മുതലായവ ഈ ഓണം വിപണിയുടെ ആകർഷണമാണ്. കേരളത്തിലുടനീളം ലഭ്യമാക്കാൻ 50-ൽ പരം വിൽപ്പന കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 6 കോടി രൂപയുടെ വിൽപ്പനയാണ് ഹാൻഡ്വീവ് ഈ ഓണം കാലയളവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ MD അരുണാചലം സുകുമാർ, CFO സുനിൽ മാത്യു, അരുൺ അഗസ്റ്റിൻ, സുദീപ് ഓക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് CPMന്റെ സൂപ്പർ സെക്രട്ടറിയായി മാറുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ. മിത്ത് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെറ്റുതിരുത്തി. എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് സൂപ്പർ പാർട്ടി സെക്രട്ടറിയായി ആരും അത് തിരുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മന്ത്രി മുഖ്യനാകാൻ ശ്രമിക്കുകയാണെന്നും ഹസൻ കുറ്റപ്പെടുത്തി.
ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സ്പീക്കർ പ്രസ്താവന പിൻവലിക്കണമെന്ന് എം ഹസൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ആ സമീപനം അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ മന്ത്രി റിയാസ് ഒരു മന്ത്രി മാത്രമല്ലേ, അതോ പാർട്ടിയുടെ സൂപ്പർ സെക്രട്ടറിയാണ്, അതോ മന്ത്രി മുഖ്യനാവാൻ ശ്രമിക്കുകയാണ്? ആരും തിരുത്തിയിട്ടില്ല എന്നുള്ള പ്രസ്താവന സ്പീക്കറെ ഒന്നുകൂടി അദ്ദേഹത്തെ ജനരോഷത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് സംശയമുണ്ട്. സ്പീക്കർ അദ്ദേഹത്തിന്റെ പദവിയുടെ ഔന്നിത്യം കണക്കിലെടുത്തുകൊണ്ട് ഭക്തജനങ്ങൾക്കുണ്ടായ പ്രതിഷേധം, അതോടൊപ്പം തന്നെ NSS ഇന്ന് വീണ്ടും ഒരു യോഗം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളിക്കത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് സംഘപരിവാറിനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഈ മിത്ത് എന്നുള്ള സ്പീക്കറുടെ പ്രസ്താവന തിരുത്താൻ തയ്യാറായി. അത് സ്പീക്കർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. സ്പീക്കർ തിരുത്താത്തതുകൊണ്ടാണ് പ്രതിഷേധം ഇത്തരത്തിൽ നീളുന്നത്. വിവാദം ആളിക്കത്തിക്കുന്നതിൽ ഗുണം സംഘപരിവാറിനാണെന്നും എം ഹസൻ പറഞ്ഞു. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും നടത്തുന്നവരെക്കുറിച്ച് രഹസ്യ വിവരം നൽകിയാൽ തക്കതായ പ്രതിഫലം നൽകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS. വാട്സ്ആപ്പ് വഴി വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അജിത് കുമാർ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടുന്നതിന് വേണ്ടി കണ്ണൂർ സിറ്റി പോലീസ് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കണ്ണൂർ സിറ്റി പോലീസ് പരിധികളിലെ വിവിധ സ്ഥലങ്ങളിലായി ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിവരികയാണ്. ലഹരിയുടെ ഉപയോഗവും വിപണനവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ വിവരം പോലീസിനെ വാട്സ്ആപ്പ് മുഖേന രഹസ്യമായി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 9497990135. ഇതുവഴി വിവരം നൽകി പോലീസിനെ സഹായിക്കുന്ന പൊതുജനങ്ങൾക്ക് കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് തക്കതായ പ്രതിഫലവും നൽകും. വിവരം തരുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS അറിയിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം നടത്തിയ പരിശോധനയിൽ നഗരത്തിലെ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഡൈനേഴ്സ് ഹോട്ടലിൽ നിന്നാണ് രാവിലെ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയത്. പൂപ്പൽ പിടിച്ച ചിക്കനും കപ്പയും അടക്കമാണ് പിടിച്ചെടുത്തത്. പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. ഹെൽത്ത് സൂപ്പർവൈസർ PP ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. 2 ദിവസം മുൻപും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നഗരത്തിൽ നടന്നിരുന്നു. നഗരത്തിലെ 3 ഹോട്ടലുകളിൽ നിന്നും അന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും 12 ആവശ്യങ്ങൾ ഉന്നയിച്ചും ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് 9 സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി മഹാധർണ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും സംഘടിപ്പിക്കുമെന്ന് KP സഹദേവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, നിർദ്ദിഷ്ട വൈദ്യുതി ബിൽ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, നാഷണൽ മോണിറ്ററൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക, ആദായ നികുതി നൽകാൻ ബാധ്യസ്ഥരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം 7500 രൂപ ധനസഹായം നൽകുക തുടങ്ങി 12 ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇതുവരെ അവർക്കൊരു മിനിമം കൂലി നിശ്ചയിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ള നിർദ്ദേശിച്ചിട്ടില്ല. 1 കോടിയിലേറെയാണ്. തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ നമുക്കെല്ലാം അറിയാം. നമ്മുടെ രാജ്യത്ത് ഗ്രാമങ്ങളിൽ ജോലിയില്ലാത്ത പണിയെടുക്കാൻ ഒരു പണിയുമില്ലാത്ത കിടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ 33% വെട്ടിക്കുറച്ചിരിക്കുന്നു. 33% അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് വരുമ്പോൾ പറഞ്ഞത് പെട്രോളിൻ്റെ വില 50 രൂപയായിട്ട് നിജപ്പെടുത്തും എന്നാണ്. ഇപ്പോൾ ഇത് 110 ഗ്യാസിൻ്റെ വില 450 രൂപയായി നിജപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് സബ്സിഡി കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞതാണ്. 1200 രൂപയായി സബ്സിഡി ഒന്നും കൊടുത്തില്ല. ഇതാണ് ഈ ഗവൺമെൻറ്.
ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധത്തിൽ 5000-ലേറെ തൊഴിലാളികൾ പങ്കെടുക്കും. ഭരണം നിലനിർത്താൻ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ്. മണിപ്പൂരിലും ഹരിയാനയിലും നടക്കുന്ന സംഭവങ്ങൾ തൊഴിലാളികളെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കാനും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KP സഹദേവൻ, ജോസ് ജോർജ് പ്ലാത്തോട്ടം, MA കരീം, K മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കണ്ണൂർ സർവകലാശാല. തുടർ പഠനത്തിന് അവസരമൊരുക്കുമെന്ന് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. കേരളത്തിൽ ആദ്യമായി സന്നദ്ധത അറിയിച്ചത് കണ്ണൂർ സർവകലാശാല. ഹാൻഡ് വീവ് ഓണം വിപണന മേളയ്ക്ക് തുടക്കം. 20% ഗവൺമെന്റ് റിബേറ്റോടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ദിനേശുമായി സഹകരിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും മേളയിൽ. മേള 28-ന് സമാപിക്കും. NGO ക്വാർട്ടേഴ്സുകൾ അപ്പാർട്ട്മെന്റ് രീതിയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് മുഹമ്മദ് റിയാസ്. ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 3 കോടി രൂപ ചിലവിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ. ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ. എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ. വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ. ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ. കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ. കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199
199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ, ഇരിട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ഓൾ കൈൻഡ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണാടിപ്പറമ്പ് CV കോംപ്ലക്സിൽ AKWA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് റിജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുജീബ്, മുതിർന്ന അംഗങ്ങളായ പുരുഷോത്തമൻ, മുകുന്ദൻ, ജില്ലാ ട്രഷറർ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ ഫ്ളാറ്റ് സമുച്ചയ രീതിയിലേക്ക് മാറ്റാനുള്ള ആലോചനയിലാണ് സർക്കാരെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. കണ്ണൂർ NGO ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിൽ പുതുതായി നിർമ്മിച്ച ടൈപ്പ് 2 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3 കോടി രൂപ ചിലവിൽ 2 ബ്ലോക്കുകളിലായി 3 നിലകളിൽ 12 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റും വിധം 856 ചതുരശ്ര അടി വീതമാണ് ഓരോ ക്വാർട്ടേഴ്സും നിർമ്മിച്ചത്. ഹാൾ, ശുചിമുറിയോടുകൂടിയ 2 കിടപ്പുമുറികൾ, ഒരു പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ, ബാൽക്കണി എന്നിവ ഓരോ ക്വാർട്ടേഴ്സിലും ഒരുക്കിയിട്ടുണ്ട്. സിംഗിൾ ക്വാർട്ടേഴ്സിൽ നിന്നും അപ്പാർട്ട്മെന്റ് രീതിയിലേക്ക് NGO ക്വാർട്ടേഴ്സുകൾ മാറി. ഇനി ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് സൗകര്യപ്രദം. സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇവിടെ 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 12 കുടുംബങ്ങൾക്ക് താമസിക്കുവാനുള്ള ടൈപ്പ് 2 ക്വാർട്ടേഴ്സ് പണിതിരിക്കുന്നത്. 2 ബ്ലോക്കുകളിൽ 3 നിലകളിലായിട്ടാണ് ഇത്രയും ക്വാർട്ടേഴ്സുകൾ പണിതിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ണൂർ ജില്ലയുടെ നഗര ഹൃദയഭാഗത്താണ് സർക്കാർ ജീവനക്കാർക്കായി മെച്ചപ്പെട്ട ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന 2021 മെയ് 20 ഞങ്ങൾ പ്രധാനമായും പരിശോധിച്ച കാര്യം സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലയിടങ്ങളിലും പഴയ ക്വാർട്ടേഴ്സുകളിലാണ് സർക്കാർ ജീവനക്കാർ താമസിക്കുന്നതെന്ന് നമുക്കറിയാം. പലതും നിരന്തരം അറ്റകുറ്റപ്പണിക്ക് വിധേയമാകുന്നതാണ്. ആ രീതിക്ക് മാറ്റം വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. സിംഗിൾ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് നാം ഇപ്പോൾ തന്നെ ചെറിയ അപ്പാർട്ട്മെന്റ് സമുച്ചയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു ഫ്ലാറ്റ് സമുച്ചയ രീതിയിലേക്ക് മാറ്റുവാൻ കഴിയുമോ എന്ന് സർക്കാർ പരിശോധിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പിണറായി പഞ്ചായത്തിൽ ഒരു PWD റെസ്റ്റ് ഹൌസ് പുതുതായി തുടങ്ങും. ഇതിന് 5 കോടി 80 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും പൊതുമരാമത്ത് മന്ത്രി കൂട്ടിച്ചേർത്തു. മട്ടന്നൂർ റെസ്റ്റ് ഹൌസിന്റെ നവീകരണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കോർപ്പറേഷൻ കൌൺസിലർ MP രാജേഷ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, NGO ക്വാർട്ടേഴ്സ് ക്ഷേമസമിതി പ്രസിഡന്റ് ജയദേവൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷയ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഇ-സേവ എന്ന പേരിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അപഹാസ്യമാണെന്ന് അക്ഷയ ജീവനക്കാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് AITE ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ സർവീസ് ചാർജ് 2018-ലേതാണ്. 5 വർഷക്കാലമായി സർക്കാരിനോടും IT മിഷനോടും നിരക്ക് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കിയില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജീവനക്കാരുടെ ശമ്പളം, ഓഫീസ് ചെലവ്, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ മേഖലയിലാകെ ദിവസം തോറും വർധന വന്നിട്ടും സേവന നിരക്കിൽ ഒരു മാറ്റവും അക്ഷയ കേന്ദ്രത്തിൽ വന്നിട്ടില്ല. ഹോം മസ്റ്ററിംഗിന് അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന 130 രൂപ ഇത്തവണ അത് 50 രൂപയായി വെട്ടിക്കുറച്ചു. റേറ്റ് ചാർട്ട് പരിഷ്കരിക്കണം എന്ന ആവശ്യത്തിൻ്റെ ഫലമായിട്ട് പല ചർച്ചകളും നടന്നെങ്കിലും നാളിതുവരെ അങ്ങനെ ഒരു പരിഷ്കരണം നമ്മുടെ സർവീസ് ചാർജുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കേരളത്തിലെ 3500ഓളം അക്ഷയ കേന്ദ്രങ്ങൾ ഈ സേവന നിരക്കിലാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ദൈനംദിനമായ വിലവർധനവ് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടും കോവിഡിൻ്റെ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടും ഈ ഒരു വിലവർധനവ് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഹോം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ നടത്തി വരുന്നത്. കഴിഞ്ഞ ഹോം മസ്റ്ററിംഗിൽ നമുക്ക് 130 രൂപ സർക്കാർ അനുവദിച്ചു തന്നിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഹോം മസ്റ്ററിംഗിൽ 50 രൂപ ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കണം എന്ന നിലയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അതും ആ രീതി തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 130 രൂപ കഴിഞ്ഞ തവണ സർക്കാർ തന്നിരുന്ന സ്ഥലത്താണ് 50 രൂപ ഗുണഭോക്താക്കളിൽ നിന്ന്
ഈടാക്കിക്കൊണ്ട് മസ്റ്ററിങ് ചെയ്യണം എന്ന ഉത്തരവുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ സേവനങ്ങളിലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സേവന നിരക്കുകൾ ഞങ്ങൾ വാങ്ങി വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് നിലവിൽ കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് സമാനമായി നിരവധിയായ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളും മറ്റ് CSC കേന്ദ്രങ്ങളൊക്കെ വളർന്നു വരികയാണ്. ഇതിനൊക്കെ എതിരായി നിരവധിയായ സർക്കാർ ഉത്തരവുകളും ജനങ്ങളെ പറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധിയായ പരാതികളും ഒക്കെ ഉണ്ടായിട്ടും ഇതിനൊക്കെ നടപടിയെടുക്കാതെ കേരളത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളിലാണ് വിജിലൻസ് റെയ്ഡ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ കേന്ദ്രങ്ങളിൽ, ഈ വ്യാജ ജനസേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നടന്നു വരുന്ന പല പരാതികളും പലരും ജനങ്ങൾ പോലും ഇത്തരം കേന്ദ്രങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചാണ് സേവനങ്ങൾ വാങ്ങുന്നത്. അവിടങ്ങളിൽ നടക്കുന്ന തിരിമറികളും അപാകതകളും ഒക്കെ പരാതിയായി വരുമ്പോൾ അത് അക്ഷയ കേന്ദ്രങ്ങളുടെ പേരിലേക്കാണ് വരുന്നതും. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അക്ഷയ കേന്ദ്രത്തിന് ചുറ്റും വർദ്ധിപ്പിച്ചു വരുന്ന സമാന്തര ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും മറ്റ് ക്രമക്കേടുകളും നടക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും നിൽക്കാതെ അക്ഷയയിൽ പരിശോധന നടത്തിയത് വിരോധാഭാസമാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 20 വർഷക്കാലമായി ജനങ്ങൾ ആശ്രയിക്കുന്ന സേവന കേന്ദ്രമായ അക്ഷയയുടെ വിശ്വാസ്യത തകർക്കുന്ന വിജിലൻസ് പരിശോധന പ്രതിഷേധാർഹമാണെന്നും പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വി സന്തോഷ്, നിഖിൽ കെ, ദീപക് കെ, ജയദേവൻ RC, സതീശൻ മുതുവടത്തി തുടങ്ങിയവർ പങ്കെടുത്തു. DIS ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മത്തോപ്പ് അംഗങ്ങൾ സ്കൂളിൽ ഒത്തുചേർന്നു. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഡോക്ടർ കൗസർ ഇടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഓർമ്മ വരുന്നത് ഇതേപോലുള്ളൊരു അംഗീകാരം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ലഭിച്ചു. അന്ന് 7ാം ക്ലാസ്സിൽ മാത്രമാണെന്ന് തോന്നുന്നു നടത്തുന്ന ഒരു കുട്ടിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ് എന്നുള്ള അവാർഡ് ഒരു പരിപാടിയാണ്. അതേപോലെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് എന്നുള്ളൊരു അവാർഡ് നൽകുന്നത്. ഞാൻ 7ാം ക്ലാസ് കഴിയുന്നതിന് 2 വർഷം മുമ്പ് എൻ്റെ ബ്രദറിനായിരുന്നു സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്. പ്രസിഡന്റ് ഒ മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. MC അബ്ദുൽ ഖല്ലാഖ്, രക്ഷാധികാരി സാബിറ ടീച്ചർ, അഡ്വക്കേറ്റ് പി മഹമ്മൂദ്, C സമീർ, മഹറൂഫ് TP, സാജിദ P, റമീസ്, അനീഷ് മാസ്റ്റർ, സമീറ JM തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂളിന് 4 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ കൈമാറുകയും ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. സമൂഹത്തെ ഇന്നത്തെ രീതിയിൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സ്ത്രീകൾ വഹിക്കുന്ന പങ്കിനെ അംഗീകരിക്കുമെന്ന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സാംസ്കാരിക വകുപ്പുമായി ചേർന്ന് സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റം എന്ന സന്ദേശമുയർത്തി ആവിഷ്കരിച്ച സമം ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനവും സ്ത്രീ ശാക്തീകരണ പുരസ്കാര വിതരണവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമം സ്ത്രീ ശാക്തീകരണ പുരസ്കാരത്തിന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ജില്ലയിലെ 20 വനിതകളാണ് അർഹരായത്. നിർമ്മാണ മേഖലയിലും വ്യവസായ മേഖലയിലും തുടങ്ങി നാടിന്റെ നാനാ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ളവരെ അംഗീകരിക്കുന്നതോ ആദരിക്കുന്നതോ കുറവാണ്. പലപ്പോഴും പുരസ്കാരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമാകുന്നു. സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും അവർക്കാവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണ് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സമം പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാരമ്പര്യമായ ജീവിതത്തിന്റെ ഭാഗമായ തൊഴിലുകളെയൊക്കെ അവഗണിക്കുകയും അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാലത്ത് അതല്ല ചെത്ത് എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യവസായമാണ് എന്ന് തലമുറ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സെലക്ഷൻ. കലാരംഗം, കായികരംഗം, ഓരോ മേഖലയിൽ വ്യത്യസ്തമായ ഒരു അമ്മയുടെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുഖത്തോട് നോക്കുന്നത് എന്തൊരു സന്തോഷവതിയായിരുന്നു. മറ്റേ നമ്മുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന അമ്മ. ഞാനിങ്ങനെ നോക്കി, നല്ല സുന്ദരി കുട്ടിയായിട്ട് ചിരിക്കുന്നു. അവരെ നിങ്ങൾ ഇന്ന് വരെ പരിഗണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവരുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ അവർക്ക് അങ്ങനെ അവാർഡ് കിട്ടുമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നതെല്ലാം മുഖ്യധാര വ്യക്തിത്വങ്ങൾക്കാണ്. നമ്മൾ അവരെ ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഇവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവരെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇവരെ കൺസിഡർ ചെയ്യുന്നത്. ഇവരാണ് സമൂഹത്തെ വളർത്തിയത്, ഇവരാണ് സമൂഹത്തെ വാർത്തെടുത്തത്. ഇന്നത്തെ തലമുറ ജീവിക്കുന്ന ഇവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ മേഖലയെ സ്പർശിക്കുക.
ഇതിലൂടെ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള 1000-ഓളം സ്ത്രീകളെ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നതായി മന്ത്രി പറഞ്ഞു. സമം സ്ത്രീ ശാക്തീകരണ പുരസ്കാരത്തിന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ജില്ലയിലെ 20 വനിതകളാണ് അർഹരായത്. സിനിമാ താരം നിഖില വിമൽ, ഗായിക സൈനോര ഫിലിപ്പ്, പൊതുപ്രവർത്തക കെ ലീല, ബോക്സിംഗ് താരവും ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ KC ലേഖ, BV ഡോക്ടർ എന്നറിയപ്പെടുന്ന സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മുബാറക്ക BV, ചെത്തു തൊഴിലാളിയായ ഷീജ ജയകുമാർ, ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജലറാണി ടീച്ചർ, യൂട്യൂബ് ട്രാവൽ വ്ലോഗർ നാജി നൌഷി, നാടക കലാകാരി രജനി മേലൂർ, ചിത്രകാരി സുനിത തൃപ്പാണിക്കര, 80 വയസ്സ് തികഞ്ഞ നിർമ്മാണ തൊഴിലാളി KC നാരായണി മേസ്തിരി, തെയ്യം കലാകാരി KV ലക്ഷ്മി, സർക്കാർ കോൺട്രാക്ടർ VK ലത, ബസ്സുടമയും ജീവനക്കാരിയുമായ റിജിമോൾ, ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, വനിതാ വ്യവസായി ഷൈൻ ബെനവൻ, കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ വീണുപോയ യാത്രക്കാരനെ രക്ഷിച്ച ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് C അശ്വിനി, നവസംരംഭക സംഗീത അഭയ്, നൃത്തകലാകാരി കലാമണ്ഡലം ലീലാമണി, സാഹിത്യകാരി S സിത്താര എന്നിവരെയാണ് ആദരിച്ചത്. ഇതോടൊപ്പം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ വലിച്ചെറിയൽ മുക്ത നഗരസഭയായ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ റിപ്പബ്ലിക് പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പാപ്പിനിശ്ശേരിയിലെ സപ്തവർണ്ണ വനിതാ ശിങ്കാരിമേളം ടീം, ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ട്രാൻസ്ജെൻഡർ കലാഗ്രൂപ്പ്, ഭദ്ര ട്രാൻസ്ജെൻഡേഴ്സ് ഡാൻസ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു. പാപ്പിനിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, ജില്ലാ പഞ്ചായത്ത് അംഗം ആബിദ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV അജിത, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രദീപ് കുമാർ, ഭാരത് ഭവൻ ഡയറക്ടർ പ്രമോദ് പയ്യന്നൂർ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി AV അബ്ദുൽ ലത്തീഫ്, അവാർഡ് നിർണയ സമിതി അംഗം PK ശ്യാമള ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഭാരത് ഭവൻ തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹരായ ഗായികമാരും വാദ്യോപകരണ കലാകാരികളും ചേർന്നൊരുക്കിയ ഗ്രാമീണ ഗാനവിരുന്ന് പാട്ടുപെൺമ, വിഖ്യാത കവി കടമനിട്ടിയുടെ കുറത്തി എന്ന കവിതയുടെ സംഗീത ശില്പാവിഷ്കാരം, മുരുകൻ കാട്ടാക്കടയുടെ കവിതയെ അവലംബിച്ചുള്ള സംഗീത നൃത്തശില്പം സൂര്യകാന്തി നോവ്, ട്രാൻസ്ജെൻഡർ കലാഗ്രൂപ്പ് ഭദ്ര ഡാൻസിന്റെ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. നാഷണൽ ലോക് അദാലത്ത് സെപ്റ്റംബർ 9-ന് കണ്ണൂർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലുള്ള നാഷണൽ ലോക് അദാലത്ത് സെപ്റ്റംബർ 9-ന് രാവിലെ 10 മണി മുതൽ നടക്കും. ജില്ലയിലെ വിവിധ കോടതികളിൽ തീർപ്പാക്കാതെ കിടക്കുന്നതും നിലവിലുള്ളതുമായ സിവിൽ കേസുകൾ, ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ക്രിമിനൽ കേസുകൾ, വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, ബാങ്ക് കേസുകൾ, സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവയും കോടതികളിൽ നിലവിലില്ലാത്ത കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഗണിക്കും. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിലെ കോടതി സമുച്ചയങ്ങളിലാണ് അദാലത്ത്. കൂടാതെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും സ്പെഷ്യൽ സിറ്റിംഗും ഉണ്ടായിരിക്കും. പിഴയടച്ച് തീർപ്പാക്കാവുന്ന കുറ്റങ്ങൾക്ക് കക്ഷികൾക്ക് നേരിട്ടോ വക്കീൽ മുഖേനയോ പിഴയടച്ച് കേസ് അവസാനിപ്പിക്കാനും അവസരമുണ്ടാകും. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ അറിയിപ്പ് ലഭിച്ചവർ ആ അറിയിപ്പുമായി കൃത്യസമയത്ത് ജില്ലാ കോടതി പരിസരത്ത് എത്തണമെന്ന് സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ വിൻസി ആൻഡ് പീറ്റർ ജോസഫ് അറിയിച്ചു. ഫോൺ നമ്പർ 0490234466 2993328. സൗജന്യ തൊഴിൽ പരിശീലനം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തുടങ്ങുന്ന ഫ്രണ്ട് ഓഫീസ് ട്രെയിനി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 8075851148 9633015813 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിശദ വിവരങ്ങൾ ലഭിക്കും. PG കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില കീഴിൽ കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പ് ഈ അധ്യയന വർഷത്തിലേക്കുള്ള MA ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേൺസ്, MA പബ്ലിക് പോളിസി ആൻഡ് ഡെവലപ്മെന്റ്, MA സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് തത്സമയ പ്രവേശനം തുടങ്ങി.
45% കുറയാത്ത മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർ ഓഗസ്റ്റ് 9 അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാവണം. ഫോൺ നമ്പർ 9895094110 9074927190. വോക്കിംഗ് ഇന്റർവ്യൂ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ബയോഡാറ്റയും യോഗ്യതാ രേഖകളും സഹിതം ഓഗസ്റ്റ് 12 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വോക്കിംഗ് ഇന്റർവ്യൂവിന് ഹാജരാവണം. സീറ്റ് ഒഴിവ്. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ തുടങ്ങുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, DCA എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ തലശ്ശേരി കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 049023218888 9400096100. അധ്യാപക നിയമനം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത 3 വർഷത്തെ തൊഴിലധിഷ്ഠിത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനായി കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.kerala-tourism.gov.career എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്കകം കോളേജിൽ നൽകണം. ഫോൺ നമ്പർ 9567463159. ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ ഡ്രൈവർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി ജൂലൈ 6 നടക്കുന്ന ശാരീരിക അളവെടുപ്പിൽ യോഗ്യത നേടാതെ അപ്പീൽ നൽകി ഡ്രൈവിംഗ് പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക പുനരളവെടുപ്പ് ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 മണി മുതൽ PSC തിരുവനന്തപുരം ആസ്ഥാന ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് OTR പ്രൊഫൈലിലും SMS മുഖേനയും നൽകിയിട്ടുണ്ട്. പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അസൽ തിരിച്ചറിയൽ രേഖ, സാധുവായ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സഹിതം ഹാജരാവണം. ആയുർവേദ തെറാപ്പിസ്റ്റ് ഒഴിവ്. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ആശുപത്രി വികസന സമിതിയുടെ കീഴിലുള്ള പേവാർഡിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. ഡയറക്ടറേറ്റ് ഓഫ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, കാറ്റഗറി എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഓഗസ്റ്റ് 8 രാവിലെ 11 മണിക്ക് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. ഉയർന്ന പ്രായപരിധി 50 വയസ്സ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 049728016888. നിയന്ത്രണം പിൻവലിച്ചു. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ഒഴികെയുള്ള ജില്ലയിലെ ബീച്ചുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രണം പിൻവലിച്ചു. പ്രതികൂല കാലാവസ്ഥയിൽ ജില്ലയിലെ ബീച്ചുകളിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം മഴ കുറഞ്ഞതിനാൽ താൽക്കാലികമായി പിൻവലിച്ചതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ താഴ്ന്ന് പോകുന്നതിനുള്ള സാധ്യത തുടരുന്നതിനാൽ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള വാഹന നിയന്ത്രണം തുടരും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കണ്ണൂർ സർവകലാശാല. തുടർ പഠനത്തിന് അവസരമൊരുക്കുമെന്ന് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. കേരളത്തിൽ ആദ്യമായി സന്നദ്ധത അറിയിച്ചത് കണ്ണൂർ സർവകലാശാല. ഹാൻഡ് വീവ് ഓണം വിപണനമേളയ്ക്ക് തുടക്കം. 20% ഗവൺമെന്റ് റിബേറ്റോടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ദിനേശുമായി സഹകരിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും മേളയിൽ. മേള 28 സമാപിക്കും. NGO ക്വാർട്ടേഴ്സുകൾ അപ്പാർട്ട്മെന്റ് രീതിയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് മുഹമ്മദ് റിയാസ്. ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 3 കോടി രൂപ ചിലവിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.